പ്രസംഗത്തിൽ തന്നെ അവരെ മനസ്സിലാക്കി കൊടുത്തു. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണ്, ഏതാനും മണിക്കൂറുകളായിട്ടേ ഉള്ളൂ ഡെലിവറി കഴിഞ്ഞിട്ട്. ഇതൊരു ഭയങ്കര കാര്യമായിട്ടോ. ആ ഒരു കഴിവ് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവര് കൂടുതലായിട്ട് നിങ്ങൾ തന്നെ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യാൻ ഡ്രൈവ് ഒക്കെ ചെയ്യുമോ? അതെ അതെ അതെ, ഞാൻ തന്നെ വണ്ടി എടുത്തിട്ട് പോയിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാറുണ്ട്. FC ROVER എന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. എന്റെ സ്വന്തം നാട്ടിൽ തന്നെ ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ പിണറായിക്ക് അടുത്ത് എരുവട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ബാഗ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചലന എന്ന് പറയുന്ന ഒരു സ്ത്രീ സംരംഭകയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത്. അത് പേപ്പർ ബാഗ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ. ചെറിയ ക്വാളിറ്റി ഒന്നുമല്ല, നല്ല സ്ട്രെങ്ത് ഉള്ള ബാഗാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പുറത്തും ചെയ്യുന്നുണ്ട് ചലന. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. നേരെ ഗ്രീൻ ലീവ്സിന്റെ വിശേഷങ്ങളിലേക്ക്. ഗ്രീൻ ലീവ്സ് കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ചലനയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഞാൻ ഇവിടെ വരാൻ കാരണം നിങ്ങളൊരു വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ക്യാരി ബാഗ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ബാഗ്സ് ഒക്കെ ചെയ്യുന്നത് അതൊരു പ്രത്യേക രീതിയിൽ തന്നെ അത് ആവശ്യമുണ്ട്. അത്രയും ശ്രദ്ധ കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു മേഖല, ഈ ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായി. ഇപ്പൊ 5 വർഷമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ബാഗ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്? അല്ല, ഞാൻ കഴിഞ്ഞത് MBA ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മോൾഡായി കഴിഞ്ഞതിന് ശേഷമാണ് MBA ചെയ്തത്. ആദ്യമേ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ. ആ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കണം, അതുപോലെ തന്നെ നമ്മൾ എന്തിനേയും നശിപ്പിക്കാത്ത ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുള്ള ഒരു ബിസിനസ്. അതായിരുന്നു അതെ അതെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്. അതുകൊണ്ട് തന്നെ അതിലൊരു സ്റ്റഡി നടത്തിയിട്ടായിരുന്നു ഞാൻ ഈ പേപ്പർ ക്യാരി ബാഗിലോട്ട് വന്നത്. ആദ്യം ക്യാരി ബാഗ്, എല്ലാതരം ക്യാരി ബാഗ്സും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളെ മാർക്കറ്റിംഗ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ വെറൈറ്റി പല ആൾക്കാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി നമുക്കൊരു ചിന്തിക്കണം എന്ന് തോന്നിയപ്പോഴാണ്, നമ്മൾ അതിനെ പറ്റി ഒരു സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അതെ അതെ അതെ, റെസ്റ്റോറൻറ്റും ബേക്കറി ബാഗ്സ് ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. തീർച്ചയായും നമ്മൾ ചെയ്യുന്നത് പേപ്പർ ബാഗ് ആണല്ലോ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പേഴ്സ് ആണ്. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പേപ്പേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പേപ്പർ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഫുഡ് ഐറ്റംസ് ആണ്, ഫുഡ് ഐറ്റംസിലുള്ള ബാഗുകളാണ്. അങ്ങനെയാകുമ്പോൾ സ്മെല്ല് പാടില്ല, അതിന് പൊടി, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം ഈട് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് നല്ല ഉറപ്പുള്ള ബാഗുകൾ തന്നെ വേണം. ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തു നിന്നൊക്കെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ USA, ഫ്രാൻസ്, സ്പെയിൻ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ, കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സിന് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ, നമ്മളെ ആദ്യമേ നമ്മൾ തുടങ്ങുമ്പോഴേ ഉള്ള കസ്റ്റമേഴ്സ് തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത്, കൂടുതലാണ്ട് കുറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ പേപ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിന്റിങ്ങിലോട്ടേക്ക് പോകും. നമ്മുടെ ഇവിടെ പ്രിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ സമയം കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സ്ക്രീൻ പ്രിന്റ് ആയിരുന്നു. അങ്ങനെ ആയിരുമ്പോൾ നമുക്ക് കൂടുതൽ എഫേർട്ട് കൂടുതലാണ്, അത് 1 by 1 ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തപ്പോഴാണ് ഞങ്ങൾ പുറത്ത് കൊടുക്കാൻ തുടങ്ങിയത്. പുറത്ത് നമ്മൾ നല്ലൊരു ഭീമമായ പൈസ തന്നെ പ്രിന്റിങ്ങിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വന്നു. അങ്ങനെയും ചെയ്തപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കുറച്ചെങ്കിലും നമ്മൾ എല്ലാത്തിനും നമ്മൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് അത് കൊടുക്കുന്നത്. പ്രോഫിറ്റ് തന്നെ കുറവാണ്. അതും ഈ പ്രിന്റിംഗ് കൂടിയാവുമ്പോൾ തീരെയില്ല. അപ്പോൾ നമ്മൾ സ്വന്തം റിസ്കിൽ എടുത്തിട്ടാണ് നമ്മൾ ഈ മിഷൻ വാങ്ങിച്ചത്. കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാഗ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അവർ തന്നെ പേപ്പേഴ്സ് സെലക്ട് ചെയ്യാം, അവർക്ക് തന്നെ അവരുടെ ഡിസൈന്, ലോഗോസ്, കളേഴ്സ് എല്ലാം അവരുടെ തന്നെ. നമ്മളിവിടെ അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ അവരെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പേപ്പർ ബാഗ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കസ്റ്റമൈസ് ചെയ്തു കൊടുക്കും. കസ്റ്റമർ ഏത് രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കും. അതെ, പിന്നെ അവരെ ഇപ്പൊ ക്വാണ്ടിറ്റി തന്നെ നമ്മളെ ചെറിയ ഷോപ്പ് മുതൽ വലിയ ഷോപ്പിൽ പോലും കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാം 2000, 3000, 5000 ബാഗ്സ് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ ഓർഡർ സ്വീകരിക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മിനിമം ഇപ്പോൾ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണെങ്കിൽ തന്നെ 500 ആണ് മിനിമം ക്വാണ്ടിറ്റി. അതിൽ സ്ക്രീൻ പ്രിന്റാണ് വേണ്ടതെങ്കിൽ
അതിലും കുറച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഉടനടി നമ്മൾ കട്ട് ചെയ്യുകയാണ്. കട്ടിങ് ഇവിടെ നടക്കുന്നത് അതിന് മെഷീൻ തന്നെയാണ്, കട്ടിങ്ങിന് മെഷീൻ തന്നെയല്ലേ? കട്ടിങ് മെഷീൻ തന്നെയാണ്. മുന്നേ ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് ചെറിയ കട്ടിംഗ് മെഷീൻ ആയിരുന്നു. അതിൽ ഒരേ സമയം 1-2 പേപ്പർ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5 പേപ്പേഴ്സേ ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ രീതിയിൽ. അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ പുതിയ കട്ടിംഗ് മെഷീൻ വാങ്ങിച്ചു. ഇങ്ങനെ ഈ ഒരു കട്ടിംഗ് മെഷീനിൽ ചെയ്യുമ്പോൾ ഒരേ സമയം 1000-1500 പീസ് ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സമയം കുറക്കാൻ പറ്റും. അങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്നത് ഇതിന് ലൈൻസ് ഇടാനാണ്. ഗ്രീസിംഗ് മെഷീനിലോട്ട് പോകും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം കസ്റ്റമൈസ്ഡ് ബാഗ്സ് ആണ്. അതായത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്പെട്ട കളറിൽ ഡിസൈനിൽ അവരെ സൈസിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഓരോ ആൾക്കും ഓരോരോ സൈസിലുള്ള ബാഗ്സ് ആണ് ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈൻസ് ഇടുന്നത്. ഇതുപോലെ ഇതാ ബ്ലാക്ക് ആയതുകൊണ്ട് ഇതാ ഈ സൈഡിൽ കാണാം നമുക്ക് ലൈൻസ് ഇട്ടിരും. ഈ ലൈൻസിലൂടെയാണ് ബാഗ്. ഇത്ര നേരം നമ്മൾ കണ്ട പേപ്പേഴ്സ് ആണ്. ഇനി നമ്മൾ ബാഗിലോട്ട് പോവുകയാണ്. ഗ്രീസിങ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് മടക്കി ഒട്ടിക്കുകയാണ്. മടക്കെല്ലാം ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. 2 പേപ്പേഴ്സ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ബാഗുകൾ പല സൈസിലുണ്ടാവും. അത് അതിന് കണക്കായിട്ടുള്ള തമാമൻ ഒട്ടിക്കുകയാണ്. ചിലപ്പോൾ ഒറ്റൊരു പേപ്പറിൽ തന്നെ നമുക്ക് ബാഗാക്കി എടുക്കാൻ പറ്റും, ചിലപ്പോൾ 2 പേപ്പർ എടുക്കാൻ പറ്റും. അതെ അതെ. ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 ഷീറ്റുകൾ തമ്മിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, ബാഗിന് കൃത്യമായിട്ടുള്ള ഷേപ്പിലേക്ക് വരുത്തുന്നത് ഈ സെക്ഷനിലാണ്. കൃത്യമായ ഒരു ബോക്സിന്റെ രൂപത്തിലായിട്ട് ബാഗ് മാറ്റും. ചെയ്യുന്നതൊക്കെ കൈകൊണ്ട് തന്നെയാണല്ലേ ഈ ഒട്ടിക്കലും ഒക്കെ ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും കൈകൊണ്ടാണ് ഒട്ടിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പൊ മെഷീൻസ് ഒക്കെ വരുന്നുണ്ട്. കൈകൊണ്ട് ഒട്ടിക്കുമ്പോൾ നമുക്ക് നല്ല ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. എത്ര kg വരെ നമുക്ക് ഇതിൽ ഒരെണ്ണത്തിൽ എടുക്കാൻ പറ്റും? നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് ഗ്യാരണ്ടി കൊടുക്കുന്നത് 3 കിലോ ആണ്. 5 കിലോ വരെ എടുത്തിട്ട് പോകാൻ പറ്റുന്ന ബാഗുകളാണ് നമ്മളെ അടുത്തുള്ളത്. പൊട്ടിപ്പോവില്ല, ഉറപ്പായിട്ട് പൊട്ടിപ്പോവില്ല. നമ്മളെ ഗ്യാരണ്ടിയാണ്. അതെ, 3 കിലോ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടിപ്പോവില്ല എന്നുള്ളത് നമ്മളെ ഗ്യാരണ്ടി. ബലമുള്ള പേപ്പറുകളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊടിയൊന്നും ഉണ്ടാവില്ല, സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു കുറെ സമയം വെച്ച് കഴിഞ്ഞാൽ പൂപ്പലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതായത് വർഷങ്ങളോളം വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂപ്പലൊന്നും പൊടിഞ്ഞു പോകും. ചില പേപ്പേഴ്സ് നമുക്കറിയാം പൊടിഞ്ഞു പോകും. അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല. അത് ഈ ഒരു പേപ്പറിന്റെ ക്വാളിറ്റി ആണ്. അതെ അതെ, പേപ്പറിന്റെ ക്വാളിറ്റി അതാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായും. നാട്ടിലുള്ള പേപ്പർ യൂസ് ചെയ്യാതെ നല്ല പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഇതാക്കുന്നത്. നമ്മൾ അടുത്തത് ബാഗിന്റെ രൂപത്തിലാക്കിയതിനു ശേഷം അടുത്ത ചെയ്യുന്നത് അടിഭാഗം റെഡിയാക്കലാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ് ഇത്. ഏറ്റവും ശ്രദ്ധ കൊടുക്കണം. അതെ, തീർച്ചയായും. കാരണം നമ്മളെ സാധനങ്ങൾ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ നല്ല ഉറപ്പുള്ള അടിഭാഗം വേണം. 1000 രൂപയുടെ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് ഉറപ്പില്ലാത്തതാണെങ്കിൽ 1000 വേസ്റ്റ് ആയി. അത് തീർച്ചയായും. നമ്മളൊരു കേക്കിൽ ഒരു ഫ്ലവർ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു സങ്കടമാവും. അപ്പൊ നമ്മൾ അത് സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കണം. അതിനു വേണ്ടി നമ്മൾ അടിഭാഗം നമ്മളെ കൃത്യമായിട്ടുള്ള കോണുകളിൽ റെഡിയാണോ നോക്കണം. അതുപോലെ തന്നെ അടിഭാഗം നല്ല ടൈറ്റ് ആണോ നോക്കണം. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ എത്തിയിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ്. ഒരു ബാഗിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇവിടെ ചെയ്യുന്നത് ഹോള് ചെയ്തിട്ട് ത്രെഡ് ഇടുകയാണ് ചെയ്യുന്നത്. ഹാൻഡില് നമ്മൾക്ക് പിടിക്കാനുള്ള ഒരു പിടി. അതെ 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 അതെ, ഹാൻഡിൽ ചെയ്യാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മള് എക്സ്ട്രാ പീസ് വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. എങ്ങനെ എക്സ്ട്രാ പീസ്? അതിന്റെ പിന്നെ ഒരു എക്സ്ട്രാ പീസ് നിങ്ങൾ? അതെ അതെ അതെ, ഇവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ പീസ് ഇവിടെ വെക്കുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മുടെ കോട്ടന്റെ ഹാൻഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ത്രെഡ് അതാണ് കെട്ടുന്നത്, കൂട്ടിക്കെട്ടും. അപ്പം നമുക്ക് കൂടുതൽ ബലമായിട്ട് കിട്ടും. നമ്മളിപ്പോൾ കേക്ക് ബാഗ് മാത്രമല്ല ചെയ്യുന്നത്, ടെക്സ്റ്റൈൽ ബാഗ് ആയി കഴിഞ്ഞാലും എല്ലാ തരം ബാഗുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ കേക്ക് ബാഗ് ചെയ്യുന്നതേ ഉള്ളൂ. ബാഗ് ഉണ്ടാക്കി ഞങ്ങൾ ഇനി അടുത്തത് പാക്കിങ്ങിലേക്കാണ് പോകുന്നത്. പാക്കിങ്ങിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് റീചെക്ക് ചെയ്യും. എല്ലാ ബാഗും ഒന്ന് ചെക്ക് ചെയ്യും. അതെ അതെ അതെ, ഗമ്മൊട്ടിയിട്ടുണ്ടോ, അതേപോലെ തന്നെ ചരടിനിലൊക്കെ കെട്ടിയിട്ടുണ്ടോ, എല്ലാം ചെക്ക് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ച് അത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു 25 അല്ലെങ്കിൽ 50 വെച്ച് ഞങ്ങൾ ഓരോ ബണ്ടിലായിട്ട് കെട്ടും. എന്നിട്ടാണ് നമ്മൾ അത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഈ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ തന്നെ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യാൻ ഡ്രൈവ് ഒക്കെ ചെയ്യുമോ? അതെ അതെ അതെ, ഞാൻ തന്നെ വണ്ടി എടുത്തിട്ട് പോയിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാറുണ്ട്. ശരി, ഈ ഒരു മേഖല, ഈ ഒരു സംരംഭം നടത്തുന്നത് മാത്രമല്ല, ഒറ്റയ്ക്ക് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് ദൂരത്തൊക്കെ പോകും ഡ്രൈവ് ചെയ്ത്? അതെ, തീർച്ചയായും പോകും. ഇപ്പൊ നമ്മള് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നത്, ബാക്കിയുള്ള സ്ഥലത്ത് പോകാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതും റെഡിയാണ്. അതെ അതെ, തീർച്ചയാണ് തീർച്ചയായും. ദൂരെയുള്ള സ്ഥലങ്ങളിൽ അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ എത്തിക്കുന്നത്? ദൂരെയുള്ള ട്രാൻസ്പോർട്ട് വരും, ട്രാൻസ്പോർട്ടിലാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോ ഏതൊരു മേഖലയാണെങ്കിലും സപ്പോർട്ട് നിർബന്ധമാണ്. പ്രത്യേകിച്ച് വീട്ടുകാരായിക്കോട്ടെ, അങ്ങനെ എല്ലാ ഭാഗത്തുനിന്ന് ആയി കഴിഞ്ഞാലും നല്ല രീതിയിൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയത് എവിടത്തൊക്കെയാണ്?
പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ വീട്ടുകാരെടുക്കുന്നത്. കാരണം യാതൊരു ബിസിനസ് പാരമ്പര്യവും ഇല്ല. എൻ്റെ വീട്ടിലായി കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിലായി കഴിഞ്ഞാൽ യാതൊരു ബിസിനസ് പാരമ്പര്യവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെ, തീർച്ചയായും പേടിയായിരുന്നു. കാരണം MBA കഴിഞ്ഞു ഇനി വേറെ ഏതെങ്കിലും ജോലി നോക്കുക അല്ലെങ്കിൽ PSC എഴുതുക, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ബിസിനസ് എന്നുള്ള ഒരു ആശയവുമായിട്ട് ഇവരുടെ നടുവിലേക്ക് വന്നത്. അപ്പോൾ ഇവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് പോയത് വ്യവസായ വകുപ്പിലായിരുന്നു. അവിടെയുള്ളൊരു സതീശ് സാർ, തലശ്ശേരി വ്യവസായ വകുപ്പിൽ സതീശ് സാറിൻ്റെ ഫുള്ളായിട്ടുള്ള എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങേണ്ടത് A to Z കാര്യങ്ങളും സതീശ് സാറായിരുന്നു അന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെയുള്ളത് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ പഞ്ചായത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാർ, പിന്നെ നമ്മളെ സ്റ്റാഫ്. പ്രധാനമായിട്ട് നമ്മളെ സ്റ്റാഫ് തന്നെയാണ് നമ്മളൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവർ തന്നെയാണ്. അവരെ രാവും പകലില്ലാത്ത കഷ്ടപ്പാടാണ് ഞങ്ങളെ ഈ ഒരു ഇതിലേക്ക് എത്തിയത്. പലപ്പോഴും തളർന്നു പോകുമ്പോൾ അവരാണ് ഞങ്ങളെ പിടിച്ചുയർത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക്, കനറ ബാങ്ക്. എന്തിനും ഏതിനും നമുക്ക് അവർ ഫിനാൻഷ്യൽ സപ്പോർട്ട് അവരാണ്. നമ്മൾ അപ്ഡേഷൻ നടക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് കനറ ബാങ്ക്, മമ്പറം കനറ ബാങ്ക്. അവരോടും ഭയങ്കര നമുക്ക് നന്ദിയാന്ന് പറയാനുള്ളത്. പുതുതായിട്ട് ഈ ഒരു സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളോട് എന്താ പറയാനുള്ളത്? എന്തായി കഴിഞ്ഞാൽ സ്ത്രീകൾ നമ്മളെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് ആളിക്കത്തിച്ച് സ്ത്രീകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടുണ്ട്. അത് ഈ 5 വർഷത്തെ എൻ്റെ ഈ ഒരു ജേണിയിൽ എനിക്ക് മനസ്സിലായത്. എല്ലാ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഉത്തേജനം നമുക്ക് പ്രേരിപ്പിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു ഉന്മേഷം തരുന്ന കാര്യങ്ങളാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ എന്തായി കഴിഞ്ഞാലും ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ അവരവരെ പ്രൊഫഷനിലേക്കോ നല്ല കാഴ്ചവെക്കാൻ പറ്റും. കാരണം സ്ത്രീകൾക്കായിട്ടുള്ളൊരു കഴിവുണ്ട്. കാരണം എന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ഉണ്ട് സ്ത്രീകൾക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ പറ്റും. പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരേ സമയം തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാക്കി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, ഫോണിലേ ശ്രദ്ധിക്കാൻ പറ്റും. അതെ അതെ, തിരിച്ചൊരു സ്ത്രീക്കാണ് ഫോൺ വരുന്നതെങ്കിൽ അവർ അതേ സമയം തന്നെ കുക്കിംഗ് ചെയ്യുന്നുണ്ടാവും, കുട്ടികളെ നോക്കുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇതൊരു ഭയങ്കര കാര്യമായിട്ടോ. അതെ, ആ ഒരു കഴിവ് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ കൂടുതലായിട്ട് അതാ പറഞ്ഞത്, സാഹചര്യമല്ല നമ്മൾക്കാർക്കും ഒരു സാഹചര്യം, നമ്മൾ ഉണ്ടാക്കുന്നതാണ് സാഹചര്യം. ഗ്രീൻ ലീവ്സ് കമ്പനിയുടെ ഇത്ര നേരം നമ്മളോട് സംസാരിച്ച ചലന, ഇതിനുള്ള എല്ലാ സപ്പോർട്ടും, ഈ ഒരു കമ്പനിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്ന ചലനയുടെ ഹസ്ബൻഡ് ജിതേഷ് ഏട്ടൻ. ജിതേഷ് ഏട്ടാ, ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതികളാണ്. എങ്ങനെ നിങ്ങൾ ഈ മാർക്കറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളം കംപ്ലീറ്റ് ഏകദേശം കാസർഗോഡ് മുതലേ പിന്നെ കോട്ടയം ഡിസ്ട്രിക്ട് വരെ നമ്മളിപ്പോൾ സാധനം അയച്ചുകൊണ്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ബാംഗ്ലൂർ കസ്റ്റമേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ തമിഴ്നാട്ടിൽ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു വക, അതേപോലെ പോണ്ടിച്ചേരി ഒരു വക, ഏകദേശം ഒരു എല്ലാ സ്ഥലത്തും നമ്മൾ ആയി വരും. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഉണ്ട്. ബാംഗ്ലൂരെല്ലാം അത്യാവശ്യം നമുക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് നമ്മളെ സെയിൽസിൽ നമുക്ക് മെയിൻ എന്ന് പറയുന്നത് നമ്മളെ ഇതുവരെ ഇല്ല കസ്റ്റമേഴ്സ് തന്നെയാണ്. കസ്റ്റമേഴ്സിൽ നിന്ന് വന്ന മൗത്ത് പബ്ലിസിറ്റിയാണ് നമ്മളെ ബാംഗ്ലൂർ ആയാലും അല്ലേ. എക്സാമ്പിൾ ഇപ്പോൾ കാസർഗോഡ് മുതൽ കോട്ടയം ഡിസ്ട്രിക്ട് വരെ നമ്മൾ എത്തിച്ചത് നമ്മളെ മാത്രം കഴിവല്ല, നമ്മളെടുത്തുന്ന സാധനം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സാണ് നമ്മളെ ഈ എല്ലാ സ്ഥലത്തും എത്തിച്ചത്. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കണം, ഒത്തിരി അവാർഡൊക്കെ നിങ്ങൾ ഒത്തിരി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഓർമ്മിക്കുന്ന അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ തങ്ങി നിൽക്കുന്ന അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെഡ് FM-ന്റെ സ്ത്രീശക്തി പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു കടന്നിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. കാരണം നമുക്ക് ചെറിയൊരു 2 മക്കളാണ്. അപ്പോൾ ചെറിയാൾക്ക് ഇപ്പോൾ ഒരു 10 മാസത്തോളമായി. ആ മോളെ ഡെലിവറിൻ്റെ, അതായത് ഡെലിവറിൻ്റെ അന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ത്രീശക്തി പുരസ്കാരം കിട്ടുന്നത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി ആയിരുന്നു. എന്നാൽ പോലും നമുക്ക് അവാർഡ് കിട്ടുന്ന ആ ദിവസമാണ്. അപ്പോൾ അതായത് അവാർഡ് ദാനം നടക്കുന്നത് നിങ്ങളെ ഡെലിവറി കഴിഞ്ഞ ദിവസമാണ്, ഡെലിവറിന്റെ അന്ന് തന്നെ, അന്നത്തെ ദിവസം ഡെലിവറി കഴിഞ്ഞു. ആ സമയത്ത് തന്നെ നമുക്ക് അറിയുന്നു ഇങ്ങനെ സ്ത്രീശക്തി പുരസ്കാരം ഉണ്ട്. അപ്പോൾ സ്ത്രീകളാകുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്. അപ്പോൾ വൈഫിൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് വാങ്ങിക്കണം എന്നുള്ളത് വലിയൊരു ഇതാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടറെ ആണെങ്കിൽ ഫുള്ള് സപ്പോർട്ട്, ഹോസ്പിറ്റൽ ടീം മൊത്തം സപ്പോർട്ട്. ഞങ്ങൾ ഉള്ളിടത്തുനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് 25 കിലോമീറ്ററിന് കൂടുതലുണ്ട് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ കാർ എടുത്തു, അവിടെ പോയി. പിന്നെ ഹോസ്പിറ്റലിൽ കുഞ്ഞുവാവേനെയും ഇവളെ അച്ഛനും അമ്മേനെയും എല്ലാം അവിടെ തന്നെ നിർത്തി. അങ്ങനെ നമ്മൾ
ഹോസ്പിറ്റലിൻ്റെ അനുമതിയോട് കൂടിയിട്ട് നമ്മൾ അവാർഡ് സ്ഥലത്തേക്ക് പോയി അവാർഡ് സ്വീകരിച്ചു. അത് ജീവിതത്തിൽ എന്ത് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മറക്കാത്ത അവാർഡായിട്ട് നമ്മളെ മനസ്സിലും ഷോക്കേസിലും തങ്ങി നിൽക്കുന്ന ഒരു അവാർഡാണ്. ഈ ഒരു കരുത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും അതിന് കൂടുതലായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കും ഭയങ്കര സന്തോഷമാണ്, സമൂഹത്തിന് സന്തോഷമാണ്. സ്ത്രീകളെ ഒരിക്കലും നമ്മൾ എന്താ പറയുക മാറ്റി നിർത്തേണ്ടി ഒന്നുമില്ല. അവരെ നമ്മൾ പുറകിൽ പോയാലും അവരെ മുന്നിൽ നമ്മൾ വഴി പുരുഷനേക്കാളും കരുത്ത് സ്ത്രീകൾക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യമാണ്. ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദിവസം ആ സെയിം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അന്ന് ഡെലിവറിന്റെ കഴിഞ്ഞ അന്ന് തന്നെ നമ്മൾ അവിടെ എത്തിയ സമയത്ത് സംസാരിക്കുമ്പോൾ മൈക്കിൽ സംസാരിക്കുമ്പോൾ വിറയലുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഇതുണ്ടായി, അവാർഡ് വാങ്ങിക്കാൻ വന്നിട്ട് എന്താ പേടിയാണോ. അപ്പൊ ഇവളെ പ്രസംഗത്തിൽ തന്നെ അവരെ മനസ്സിലാക്കി കൊടുത്തു. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണ്, ഏതാനും മണിക്കൂറുകളായിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കരുത്ത് പകർന്നത് നമ്മുടെ ഡോക്ടർ ആശിഷ് ബെൻസ് നമ്മളെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. അനുമതി കാരണം ആ ഹോസ്പിറ്റൽ അതൊരു എന്താ പറയാ, അവര് എല്ലാവരെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ റൂമിലേക്ക് എല്ലാവരും വന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങൾ. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണെങ്കിൽ പോലും തന്നെ ഞങ്ങളെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 രൂപ മുതൽ, പ്രിന്റിങ്ങോട് കൂടിയിട്ട് 8 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാഗുകളുണ്ട്. ഇപ്പോൾ ഈവൻ 50 റുപ്യക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന, അത് കസ്റ്റമറെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ്. കാരണം പ്രിന്റിങ്ങിലാണ് റേറ്റ് മാറുന്നത്. പിന്നെ പേപ്പറിന്റെ GSM അതേപോലെ BF കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ് നമുക്ക് ഒരു ബാഗിന് ഇത്ര പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാ പറയാൻ പറ്റും. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണ്, കേരളത്തിൽ നിന്നല്ല പുറത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, എവിടെയാണെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് അതിന് പറ്റിയ ട്രാൻസ്പോർട്ട് തന്നെയുണ്ട്. ഇപ്പൊ കേരളത്തിലായി കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ട്, കാരണം 24 മണിക്കൂറിനുള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇപ്പോൾ കർണാടകയാണെങ്കിൽ കർണാടകയിലില്ല ട്രാൻസ്പോർട്ട്, അതേപോലെ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്, അങ്ങനെ എല്ലാ സ്ഥലത്തും അത് അവരെ മനസ്സിലെ അയച്ചൊന്നും തരണ്ട. അവരെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വിങ് ഉണ്ട്, DTP കാര്യങ്ങൾ, ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വിങ് ഉണ്ട്. അവരെ ചോദിച്ച് മനസ്സിലാക്കി അവരെ മനസ്സിൽ എന്താണോ ഉള്ളത്, ഒന്നുമില്ല, എല്ലാ ഫോണിലൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും പരിചയപ്പെടാൻ പറ്റി വലിയ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ഗ്രീൻ ലീവ്സിന്റെ വിശേഷങ്ങൾ. ഇതേപോലുള്ള അടിപൊളിയായിട്ടുള്ള ബാഗ്സ് ആണ് ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചലനയുടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. എനിക്ക് ഏറ്റവും എന്നെ അതിശയപ്പെടുത്തിയ അല്ല അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇപ്പം ജിതേഷ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട്, കാരണം ആ ഒരു കരുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും. പറയുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും ആ കരുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത്രയും ഒരു ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പോലും ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നത് അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അതേപോലെ മറ്റൊരു കാര്യം എനിക്ക് കമ്പനിയിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത്, ഇതേപോലുള്ള ബാഗ്സ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനുള്ള പേപ്പേഴ്സ്, ഗമ്മ്, അതേപോലെ ത്രെഡ്, ഇതിൻ്റെ പ്രിന്റിംഗ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പനി ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് വിളിക്കാം. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാം, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.